എന്നിട്ട് ഞങ്ങൾക്ക് ഞം അടിക്കാൻ മുട്ടയും പാലൊന്നും തരുന്നില്ലല്ലോ. സഞ്ജുവിന് കൊടുക്കണ്ടല്ലോ. എടാ ഇവിടെ എന്തെങ്കിലും ഒരു സാധനം കൊണ്ടുവന്നാൽ എല്ലാവർക്കും തുല്യമായിട്ട് കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇവളുമാർക്കും വട്ട ഇവർ പറയുന്ന കേട്ടാണ് അമ്മ തുള്ളാൻ ഇറങ്ങിയിരിക്കുന്നത്. അമ്മയ്ക്കറിയാമല്ലോ, ആ സഞ്ജു PSCയുടെ ഒരു ട്രെയിനിങ് സെൻറ്ററിൽ പോകുന്നതിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ആ ടെസ്റ്റിന് പോകുമ്പോൾ ഒന്ന് അവൻ്റെ ശരീരവും ബുദ്ധിയൊക്കെ ഒന്ന് വികസിക്കാൻ വേണ്ടിയിട്ടാണ് മുട്ടയും പാലും ഒക്കെ കൊടുക്കുന്നത്. അല്ല എന്തിനാ? ഞങ്ങളുടെ ബുദ്ധി ശരീരം ഒന്ന് വികസിപ്പിക്കണ്ടേ? അതൊരു പേട്ട് തലയല്ലേ, അത് എത്ര കുലിക്കാലും വികസിക്കത്തില്ല. അച്ഛമ്മ ഈ പറയണ കേട്ടാ? അല്ലേലും അതിനകത്തൊന്നുമില്ല, പിന്നെ എന്തിനായിട്ട്? ശരി അച്ഛമ്മ, ഞങ്ങൾക്ക് ബുദ്ധി ഇല്ലെങ്കിലും ഞങ്ങളുടെ അമ്മയ്ക്ക് നല്ല ബുദ്ധി ഉള്ളതുകൊണ്ടല്ലേ അച്ഛമ്മയുടെ തലയിൽ കയറി ഇങ്ങനെ നിരങ്ങണേ. അച്ഛമ്മയ്ക്ക് അങ്ങനെ തന്നെ പാടുള്ളൂ. എടാ പ്രകാശ, നിന്റെ കെട്ടിയൊക്കെ ഒരു ധാരണയുണ്ട്, അവളെ എനിക്ക് ഭയങ്കര പേടിയാന്നു. എൻ്റെ അമ്മ ഇവളുമാർ പറയുന്ന ഒന്നും കേട്ട അമ്മ ഇളകണ്ട. അമ്മയുടെ കാലേ വന്ന് സഞ്ജു വീണ് നമസ്കരിച്ച് അനുഗ്രഹം മേടിച്ച് പോയിട്ടോ പോയില്ലേ? അത് ആര് പറഞ്ഞിട്ടാന്നാ വിചാരിച്ചിരിക്കുന്നത്? ആര് പറഞ്ഞിട്ടാ? പുഷ്പ. അവള് പറഞ്ഞു അങ്ങനെ? ആ, അല്ലേലും എൻ്റെ മരുമോക്ക് നല്ല സ്നേഹം എന്നോട്, അതുപോലെ ബഹുമാനമൊക്കെ ഉണ്ട്. ഈ എവിടെങ്കിലും ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്ക്. ഒത്തിത്തിരിപ്പുണ്ടാക്കാൻ വന്നിരിക്കുന്നു. ആരെങ്കിലും മട്ടം പിടിച്ച് നിൽക്കാന്ന് വെച്ചാൽ അത് നടക്കില്ല. ഞങ്ങളുടെ രണ്ടുപേരെ വെറുതെ കിട്ടിയതാണോ? ആണോ? ആ, വെറുതെ കിട്ടിയതാ. ഇതുവരെ അറിഞ്ഞുകൂടായിരുന്നു? കോഴിത്തുരുമ്പുമായിട്ട് ഇറങ്ങിക്കോളുക. ഉള്ള ബുദ്ധി നേരെ ഉപയോഗിക്കാൻ പഠിക്കടി, അല്ലാതെ വഴക്കൊണ്ടാക്കിക്കാനല്ല ശ്രമിക്കേണ്ടത്. എടാ കുട്ടിത്തേങ്ങളൊക്കെ നിനക്ക് കിട്ടിയാൻ വെച്ചിട്ടുണ്ടാ കേട്ടാ? അതിന്നൊരു 100 രൂപ വന്നേ, ഞങ്ങൾക്ക് മുട്ടയും പാലും മേടിക്കണം. നല്ല സൗകര്യമില്ല. നിനക്ക് മുട്ടയും പാലും പോലെ അത് ഞാൻ മേടിച്ചോണ്ടും തരാം. തരുമോ? തരുമോന്ന് ചോദിച്ചാൽ മക്കളായതുകൊണ്ട് തരാം, പ്രയോജനമൊന്നും ഇല്ലല്ലോ. ഓ ഓ മോൻ മാത്രമേ ഉള്ളൂ പ്രയോജനം, ഞങ്ങളൊക്കെ വെറുതെ വേസ്റ്റ്. അയ്യോ, കാശ് നിലത്ത് വീഴുന്നു. ഭഗവാനെ, നിന്റെയൊക്കെ കൊതികാരണം മടി. ആ, അത് എല്ലാവർക്കും വീതം വെച്ച് കൊടുക്കണം, എന്നാ ഞങ്ങൾ കൊതിവിടത്തില്ല. നീയൊക്കെ നടത്തുന്ന ഈ ഉണ്ടാക്കി വെക്കുന്ന ചെലവിന് ഞാൻ കടകടയിൽ വീതിച്ചു കൊടുത്തോണ്ടിരിക്കുക. ഞങ്ങൾ എന്ത് ചെലവുണ്ടാക്കി വെച്ചു? അച്ഛന്റെ മോനാണ് മൊത്തം ചെലവുണ്ടാക്കി വെക്കുന്നത്. അച്ഛന്റെ മോനെ വിട്ട് വാങ്ങിപ്പിക്കുന്നേ ഉള്ളൂ. കഴിക്കുന്നതൊക്കെ ഇവിടെ ചില കുട്ടിത്താവങ്ങൾ നിങ്ങളൊക്കെ കൂടെ തന്നെ. പ്രോട്ടീൻ ഇല്ലാണ്ട് ഇത് കളറൊക്കെ വ്യത്യാസമായി തുടങ്ങി അല്ലേടി? കളറാ? എന്റെ കളറിന് ഒരു കുഴപ്പമില്ല. എന്നാ നിനക്ക് മുട്ടയും പാലും വേണ്ട. അപ്പൊ ഒരു പണി ചെയ്യാം, നിങ്ങൾക്ക് രണ്ടിനും മാത്രം മേടിച്ചു തരാം. ഇവനെ നമുക്ക് ഒഴിവാക്കാം. എന്തേ? ന്യായമായിട്ട് പറയാം. നിനക്ക് ഒരു കളർ ചേഞ്ചും ഇല്ല, അതുകൊണ്ട് നിനക്കില്ല. ഞങ്ങൾ 3 പേരും കൂടെ കഴിക്കും. എനിക്ക് നല്ല ചേഞ്ച് ഉണ്ട്. വെച്ചിട്ടുണ്ട് ഞാൻ. അടുക്കള എന്തിരുന്നാലും മോട്ടിച്ചടിക്കും. എന്നിട്ട് ഇപ്പൊ കൂട്ടുകൂടി വന്നിരിക്കുന്നു ചേച്ചിമാരുടെ കൂടെ. അച്ഛനെ കണക്കല്ലേ മോനാവുള്ളൂ. നീ എന്റെ വശത്ത് നിൽക്കുന്ന, അവന്റെ വശത്ത് നിൽക്കുന്ന. അച്ഛന്റെ മുട്ടയും പാലും ഒക്കെ വേണേ എന്റെ കൂടെ നിൽക്കണം. നിന്നോളാം.